എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്തുദേവൻ്റെ കല്ലറയായിട്ടാണ് തോന്നുന്നു കാണിച്ചിരിക്കുന്നത്. ഇതങ്ങോട്ട് മഞ്ഞ് കുളിച്ച് നിൽക്കുന്ന സമയത്ത് ആ വിദൂര കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഈ മലയുടെ മുകളിലേക്കൊന്ന് കയറണമെങ്കിൽ ഇന്ന് നമ്മളെ ഈ തുമ്പച്ചി മലയിലെ കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി നമ്മൾ ഈ മലയുടെ മുകളിലേക്കൊന്ന് കയറാൻ വേണ്ടിയാണ്. അവിടെ വളരെ മനോഹരങ്ങളായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. ഈ സ്ഥലത്തിൻ്റെ ഭംഗിയെപ്പറ്റി കൂടുതൽ ആൾക്കാർ അറിഞ്ഞറിഞ്ഞാണ് ഇങ്ങോട്ട് ഈ വരുന്നത്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 8 മണി പോലും ആയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ വരുന്ന സമയത്ത് തന്നെ 2 ബസ്സുകൾ ഇവിടെ താഴെ കിടപ്പുണ്ട്. എല്ലാം ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്ന ബസ്സുകളാണ്. ഇവിടെ ഇപ്പം ശരിക്കും രാവിലെ നല്ല തണുപ്പാണ്. പക്ഷേ നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ തണുപ്പും ഇതൊന്നും നമ്മൾ അറിയത്ത് പോലും ഇല്ല. നമ്മൾ വിയർത്ത് കുളിക്കും. ഇത് കണ്ടില്ലേ, എല്ലാവരും വളരെ വിയർത്ത് കുളിച്ച് കയറുന്നത് കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ശരിക്കും ഒറ്റയടിക്ക് നമ്മൾ നിൽക്കാതെ മേലോട്ട് കയറുന്ന കാര്യം ശകലം ബുദ്ധിമുട്ടാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് മേലോട്ട് കയറുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി പൊക്കത്തിലാണിത്. ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഈ മലയുടെ മുകളിൽ വന്നു കഴിയുമ്പം ഇവിടുത്തെ ഈ സൗന്ദര്യമെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കയറി വന്ന ബുദ്ധിമുട്ടൊക്കെ വെറുതെ ആയില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഇത് കണ്ടോ, ഇത് ഈ മലയുടെ മുകളിൽ നല്ല അതിമനോഹരമായൊരു ദേവാലയമുണ്ട്. ഇത് കണ്ടോ, ഇത് അറക്കുളം സെൻറ്റ് മേരീസ് പള്ളിയുടെ കീഴിലുള്ളതാണ് ഈ ദേവാലയം വരുന്നത്. ഇവിടെ ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടുത്തെ ഈ ആംബിയൻസാണ്, ഒരു രക്ഷയുമില്ല. ഇവിടെ കുറച്ചും കൂടെ രാവിലെ നമ്മളിവിടെ വരുവാണെങ്കിൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അന്നേരത്തെ ആ സൗന്ദര്യം എന്തായിരിക്കും അല്ലേ, നമുക്ക് ചിന്തിക്കാൻ വയ്യ. അവിടെ ആ മുകളിൽ കണ്ടോ ഇങ്ങനെ ക്രിസ്തുദേവൻ്റെ ഇങ്ങനെ രൂപം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ ഒരുപാടുണ്ട്. ഞാൻ അങ്ങോട്ട് താഴോട്ടൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ കാണിക്കാം. ഇവിടെ മുകളിൽ നിന്നുള്ള ആ കാഴ്ച കണ്ടോ, എത്ര മനോഹരമായ കാഴ്ചയാണെന്നുണ്ടോ. അതുപോലെ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മല കയറി വന്ന കാരണം നമുക്ക് ആ കാറ്റൊന്നും തണുപ്പൊന്നും അത്ര പ്രശ്നമൊന്നുമല്ല. ഇവിടെ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് മൂലമറ്റം ഭാഗം, അതുപോലെ തന്നെ മലങ്കര ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. അറക്കുളം, വാഗമൺ, മൊട്ടക്കൊന്ന, അങ്ങനെ കുറേ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇത് ഇടുക്കി ജില്ലയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് തൊടുപുഴ കട്ടപ്പന ഹൈവേയിൽ റോഡ് സൈഡിൽ തന്നെയാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ തുമ്പച്ചി കുരിശുമല എന്നും പറഞ്ഞുകൊണ്ടൊരു കവാടം കാണും. അതുവഴി നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ നാടുകാണിയിലേക്ക്. ആ നാടുകാണിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പം കാണുന്ന മുഴുവൻ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഗുഹയിലേക്കുള്ള വഴി ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വലിയ 2 പാറക്കെട്ടുകളാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഇടവഴി ഒരാൾക്ക് കഷ്ടിച്ച് നമുക്ക് ഇങ്ങോട്ട് നടന്നു പോകാൻ പറ്റുന്നതാണ്. ഇതുകൊണ്ട് അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പാറയുടെ ഈ സൈഡിലെ ഈ ചെരുവിൽ ഒരു ചെറിയ ഒരു ഗുഹ പോലെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഇത് ക്രിസ്തുവിൻ്റെ കല്ലറയാണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പാറയുടെ ഇടുക്കി കൂടെ എപ്പോഴും ഒരാൾക്ക് വീതം ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ആമപ്പാറയില്ലേ, ഏതാണ്ട് അതേ രീതി തന്നെയാണ്. അതുപോലെ തന്നെ 2 പാറയുടെ ഇടവഴിയാണ് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ആമപ്പാറ കണ്ടിട്ടില്ലേ, നമ്മുടെ രാമക്കൽമേട്ടിലുള്ള ആമപ്പാറ, അതുപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ വരുന്നവരെല്ലാം ഞങ്ങൾ ഒന്നിച്ച് വന്നവർ തന്നെയാണ്. ഈ പാറയുടെ ഇടുക്ക് വഴി ഓരോരുത്തർക്കേ ഇങ്ങോട്ട് പയ്യെ കടന്നു വരാൻ പറ്റത്തുള്ളൂ. ബാക്കി കുറേ പേരൊക്കെ അങ്ങേ ഭാഗത്ത് എല്ലാം നിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ബൈബിളിലെ വചനങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ക്രിസ്തുദേവനും സാത്താനും കൂടെ നിൽക്കുന്ന രൂപമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു വാച്ച് ടവറുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കാഴ്ച ഒന്നും കൂടെ ഉയരത്തിൽ നിന്ന് നമുക്കിങ്ങനെ കാണുവാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ താഴെ തന്നെ നിൽക്കുകയാണ്, അവർ ഇങ്ങോട്ട് കയറിയില്ല. ഞങ്ങൾ ഏതായാലും 2-3 പേര് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ കയറി. പലർക്കും ഇങ്ങോട്ട് മല കയറി വന്നപ്പം കാലിന് വേദനയൊക്കെ ആയതുകൊണ്ട് താഴെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര മനോഹരമായ കാഴ്ചകളാണെന്നറിയോ, അതോ നല്ല കാറ്റും. ഒന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നേരിട്ട് വന്ന് കാണണം ഇതൊക്കെ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഈ ഇലയെല്ലാം ഇങ്ങനെ പൊഴിയുന്ന ഒരു സമയമാണല്ലോ, അതിൻ്റെ ഭംഗി കണ്ടോ. നമ്മൾ ഈ ഓരോ ചിത്രങ്ങളിലൊക്കെ കാണത്തില്ലേ ഇതുപോലെ ഉള്ള ഓരോ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇവിടെ വന്ന പലരും തന്നെ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പരമാവധി ഞാനിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ.
ഇവിടെ ശരിക്കും നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വന്ന് നിൽക്കുന്നതെങ്കിലേ ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗി വീണ്ടും ഒന്നും കൂടെ തന്നെ കൂടും. കാരണം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ഈ വർണ്ണങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എത്ര മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ കുറേ നിർമ്മിതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ദൂരെ കാണുന്ന ഭാഗം ഇല്ലിക്കൽ കല്ലാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ വരുന്നത്. അപ്പം ഇലവീഴ പൂഞ്ചിറയിൽ ഒരു മലയാള ചലച്ചിത്രത്തിന് വേണ്ടി നേരത്തെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇവിടെ നിന്ന് ക്ലിയറായിട്ട് കാണാം. ഞങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ സമയമായി. ഞാൻ ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ മുൻവശത്തെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഈ മനോഹരമായ ഉമ്പച്ചിക്കുരിശ് മലയിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം എല്ലാവരും തന്നെ ഈ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങുകയാണ്. ഞാനും ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവസാനിപ്പിക്കുകയാണ്.